ഹായ് സുഹൃത്തുക്കളെ, മൺസൂണിൽ നിങ്ങൾക്ക് മഴയുടെ ഭംഗിയും മഴക്കാടുകളുടെ ഭംഗിയും അതുപോലെ കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആഗുമ്പയാണ്. സൗത്ത് ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ആഗുമ്പയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് നല്ല കോടമഞ്ഞും മഴയൊക്കെ കണ്ട് മഴക്കാടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കൊരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിരവധി സ്റ്റേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റ് റൂം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല ഒരു മഴക്കാടുകളുടെ ഭംഗിയൊക്കെ നമുക്ക് ഒരു പ്രത്യേകതരം വൈബാണ് നമുക്ക് തരുന്നത്. അപ്പം മഴയുടെ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നേരെ ആഗുമ്പയിലേക്ക് കിട്ടും. സദാസമയം മഴ ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ആഗുമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഉടുപ്പിയിൽ നിന്ന് നമ്മൾ ഹൈ റേഞ്ച് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റം മനസ്സിലാകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നല്ല കോടമഞ്ഞിറങ്ങി, അതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. എല്ലാ സമയത്തും ഇവിടെ മഴ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ സൗത്ത് ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് സൗത്ത് ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താമസിക്കാൻ ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂംസും ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കിട്ടും. അതുപോലെ ഇവിടെ നിരവധി മറ്റുള്ള സ്ഥലങ്ങളും കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് ആഗുമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ശൃംഗേരി പോകാം. അതുപോലെ നമുക്ക് ജോഗ് ഫാൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ പോകാം. നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ മഴക്കാടുകളുടെ ഭംഗിയും മഴയൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മഴ നനഞ്ഞ് ഒരു ദിവസം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ലൊക്കേഷനാണ് ആഗുമ്പ എന്ന് പറയുന്നത്. ഇപ്പം ഞാനുള്ളത് ആഗുമ്പയിലെ കുന്താദ്രി ഹിൽ സ്റ്റേഷനിലുള്ള ജെയിൻ ടെമ്പിളിലാണ്. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മളൊരു കുന്താദ്രി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 14 കിലോമീറ്റർ, ആഗുമ്പയിൽ നിന്നൊരു 14-15 കിലോമീറ്ററോളം ഇവിടെ ഉണ്ട്. ഹൈ റേഞ്ചാണ്, ചെറിയ റോഡാണ്. അപ്പോൾ ഇതിലെ കയറി വന്ന ടാറിങ് റോഡാണ്. ഇവിടെ കയറി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറി വരാൻ, പക്ഷേ നല്ല ലൊക്കേഷനാണ്. ഇവിടെ വന്നിട്ടാകുമ്പോൾ നല്ല ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയത്. അതായത് നല്ല മഴയും, ചെറിയ രീതിയിലൊരു മഴയും, അതുപോലെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ആഗുമ്പ സന്ദർശിക്കുന്നവർ നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കുന്താദ്രി ഹിൽ സ്റ്റേഷൻ. വളരെ ഭംഗിയാണ്. അപ്പം ഇവിടെ എത്തിയിട്ടാണ് നല്ല തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ സൂപ്പർ സ്ഥലം.
അപ്പോൾ ആകുമ്പയിലെ കുന്താദ്രി ഹിൽസിൽ വന്നിട്ട് മഴ തന്നെയാണ്, നല്ല കോടമഞ്ഞ് മഴയാണ്. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇതിൻ്റെ താഴത്തേക്കിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ കോടമഞ്ഞ്. ഇത് പല സീസണിൽ വരുമ്പോൾ നമുക്ക് പല വ്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക. ഇപ്പോൾ ഇത് ജൂൺ മാസമാണ്, നല്ല മൺസൂൺ മാസമാണ്. മൺസൂൺ ആയതുകൊണ്ട് തന്നെ നല്ല മഴയും കോടമഞ്ഞും മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മറ്റുള്ള സീസണിൽ വരുമ്പോൾ നല്ല വ്യൂ കിട്ടും, നമുക്ക് പല രീതിയിലുള്ള വ്യൂ കിട്ടും. നമ്മൾ സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഴ നനയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒഴിവാക്കരുത്. ഇത് വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ആകുമ്പയിലെ കുന്താദ്രി ഹിൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ജെയിൻ ടെമ്പിൾ. അപ്പോൾ ഓക്കെ, ബൈ.